പൊങ്കാല മഹോത്സവത്തിനൊരുങ്ങി ചക്കുളത്തുകാവ്. അന്നപൂർണേശ്വരിയും ആദിപരാശക്തിയുമായ ദേവിക്ക് പൊങ്കാല അർപ്പിക്കുവാൻ ഭക്തജനങ്ങൾ ക്ഷേത്ര സന്നിധിയിലെത്തി തയ്യാറെടുപ്പുകൾ തുടങ്ങിക്കഴിഞ്ഞു. സ്ത്രീകൾ ദേവിക്ക് മുന്നിൽ പൊങ്കാല അർപ്പിക്കുമ്പോൾ ദേവിയും അവരിൽ ഒരാളായി മാറുമെന്നാണ് വിശ്വാസം. പുലർച്ചെ 4-ന് നിർമ്മാല്യ ദർശനവും അഷ്ടദ്രവ്യ മഹാഗണപതി ഹോമവും 9-ന് വിളിച്ചുചൊല്ലി പ്രാർത്ഥനയും നടക്കും. തുടർന്ന് ക്ഷേത്ര ശ്രീകോവിലെ കെടാവിളക്കിൽ നിന്നും ട്രസ്റ്റ് പ്രസിഡന്റും മുഖ്യ കാര്യദർശിയുമായ സദ്ഗുരു രാധാകൃഷ്ണൻ നമ്പൂതിരി പണ്ടാര പൊങ്കാല അടുപ്പിലേക്ക് അഗ്നി പകരുന്നതോടെ പൊങ്കാലയ്ക്ക് തുടക്കം കുറിക്കും. അന്നപൂർണേശ്വരിയും ആദിപരാശക്തിയുമായ ദേവിക്ക് ക്ഷേത്രസന്നിധിയിൽ വെച്ച് ഭക്തോത്തമകളായ സ്ത്രീജനങ്ങൾ സ്വന്തം കൈകൾ കൊണ്ട് പുത്തൻ കലങ്ങളിൽ പായസം, വെള്ളനിവേദ്യം മുതലായ നിവേദ്യങ്ങൾ കാലമാക്കുന്ന വഴിപാടാണ് പൊങ്കാല. പൂജാരി ആ നിവേദ്യം ദേവിക്ക് സമർപ്പിക്കുന്നു. അതിനുശേഷം അതാത് ആളുകൾക്ക് വിതരണം ചെയ്യുകയും അവർ ഭവനങ്ങളിൽ കൊണ്ടുപോവുകയും ചെയ്യും. ഇങ്ങനെ പൊങ്കാലയിടുമ്പോൾ ആദിപരാശക്തിയായ അമ്മയും അവരിൽ ഒരാളായി മാറുകയും അഷ്ടൈശ്വര്യ സ്വരൂപിണിയായി കുടികൊണ്ട് നരക ദുരിതയാതനകൾ മാറ്റുകയും മഹാരോഗ നിവാരണിയായും മംഗല്യഭാഗ്യവും സന്താന സൗഭാഗ്യവും വിദ്യയും ബുദ്ധിയും ഉദ്യോഗാർത്ഥി സമൃദ്ധിയും കുടുംബൈശ്വര്യവും തന്നനുഗ്രഹിക്കുകയും ചെയ്യുന്നു. വൃശ്ചികമാസത്തിലെ തൃക്കാർത്തിക ദിനത്തിൽ സകല ദേവീദേവ ചൈതന്യങ്ങളെയും ഒരുമിച്ച് ലയിച്ച് പ്രപഞ്ചീശ്വരിയായി കുടികൊള്ളുന്ന ചക്കുളത്തമ്മയുടെ പൊങ്കാല ദർശനം പോലും സായുജ്യമേകുന്നു. ചക്കുളത്തമ്മയുടെ തൃക്കാർത്തിക പൊങ്കാല ചക്കുളത്തുകാവിൽ മാത്രമേ ഇടാവൂ എന്നാണ് സങ്കല്പം. അമൃത ന്യൂസ്, ആലപ്പുഴ.